ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ചിലയിലാണ് നിൽക്കുന്നത്. അരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഇവിടുന്ന് ഞാൻ നെക്സ്റ്റ് കൺട്രി ആയിട്ടുള്ള ബൊലീവിയയിലേക്ക് ലാപാസിലേക്ക് പോവാണ്. ഞാൻ ഒരു സൈഡ് മാത്രമാണ് ചിലേൻ്റെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു 4 ദിവസമാണ് നിന്നത്. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പിന്നെ ഭയങ്കര ലോങ് ആണ് ആ സൈഡിലേക്ക് പോകാനായിട്ട്, ചിലയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക്. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ബൊലീവിയയ്ക്ക് പോവാണ്. ബൊലീവിയ ഭയങ്കര ചീപ്പാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണെന്നറിയില്ല, പോയി നോക്കാം. ഞാൻ ബൊലീവിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലാപാസിലേക്കാണ് പോകുന്നത്. ഇപ്പം രാവിലെ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ബസ്സിലാണ് പോകുന്നത്. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതാ ഞാൻ ഇവരുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി പോകണം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു സോ മച്ച്. സോറി ടു ഡിസ്റ്റർബ് യു ഇൻ ദ മോർണിംഗ്. ഓക്കെ, താങ്ക് യു. ഞാൻ രാവിലെ ഞാൻ നടന്നു പോകാൻ വേണ്ടി ഇരുന്നാണ്. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വന്ന് ഡ്രോപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഗ്രാസിയസ്. ഓക്കെ, എന്റെ ബ്രസീലിലുള്ള ഫ്രണ്ട് സ്ലീപ്പി. സോറി ടു ഡിസ്റ്റർബ് യു. ഓക്കെ, I'll go. You coming? No, yo me voy. Okay. Yeah. എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവൻ വരികയാണ്. പുള്ളിക്കാരി കാർ ഇവിടെ ഉള്ളതുകൊണ്ട് കാറിലൂടെ വെയിറ്റ് ചെയ്യാണ്. സോ അങ്ങോട്ട് പോയി നോട്ടെ. അവിടെ 2 സൈഡിൽ ബസ് ഉണ്ടാവും. അപ്പോൾ അത് എവിടെ വരാന്നുള്ളത് അവൻ നോക്കിയിട്ട് ഇതാക്കാന്ന് പറഞ്ഞു. സോ നോക്കട്ടെ, അങ്ങോട്ട് നടന്നു പോയി നോട്ടെ. ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിലുള്ള ആൾക്കാർ ക്രേസിയാണ്. കാരണം 6:45 ആയപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചോദിച്ചു. 6:45 ലൈൻ 6:40 പോയപ്പോൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് ഫിസിക്കലി ആയിട്ട് എടുക്കണം. ലൈക്ക് ഓൺലൈനിൽ തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് എന്താ പറയുക, അവിടെ തപ്പി നടന്നപ്പോൾ അവള് പറഞ്ഞു അയ്യോ ബസ് പോറായി, വേഗം പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നെല്ലാം ഇറങ്ങി ടെർമിനലിനെല്ലാം ഓടി പുറത്തേക്കെല്ലാം ഇറങ്ങി. അങ്ങനെ എന്നിട്ട് നട റോഡിൽ നിന്ന് പിന്നെ ബസ് നിർത്തിയിട്ടാണ് കയറിയത്. അത് 7 മണിക്കാണ് ബസ്. 7 മണിക്കെന്ന് പറഞ്ഞിട്ട് അവർ 6:45 തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോയി. ഒന്നാലോചിച്ച് നോക്ക്. നമ്മളെ നാട്ടിലാണ് 7 മണി എന്ന് പറഞ്ഞാൽ 7:15 എടുക്കുള്ളൂ. നമുക്ക് ലേറ്റും ഇവർക്ക് നേരത്തെയും. യൂറോപ്യൻസിനാണെങ്കിൽ എക്സാക്ട് ബെറ്റർ. 7 എന്ന് പറഞ്ഞാൽ 7 എക്സാക്ട് 7. അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല, അങ്ങനെയാണ്. ഞാൻ എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്. ആ ബ്രസീലിൽ എൻ്റെ യൂറി എന്നാണ് പേര്. യൂറിനോടൊരു ബായ് പോലും നേരെ പറയാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, നമ്മളെന്തായാലും വീണ്ടും ബൊലീവിയന്ന് മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. കാരണം അവന് ഇവിടെ 2 months ആയിട്ട് വോളണ്ടിയറിങ് ചെയ്ത് നിൽക്കുമായിരുന്നു. 2 months അവൻ്റെ കഴിഞ്ഞു. അപ്പം അവൻ ഓൾറെഡി നാളേക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊരു ഉറൂറു എന്നെന്തോ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് അവൻ ബസ് എടുത്തിട്ടുള്ളത് ബൊലീവിയയിലെ. ഞാൻ ലാപാസിലേക്ക്. ലാപാസിന്നൊരു 100-300 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്താണ് അവൻ പോകുന്നത്. പിന്നെ അവിടുന്ന് അവനെ ബൊലീവിയ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ അവൻ എങ്ങോട്ടോ അർജന്റീനയ്ക്കല്ല, അവൻ ബ്രസീലിലേക്ക് തിരിച്ചു പോകാനാണ്. അവനെന്തോ പ്രോഗ്രാം ഉണ്ട് നെക്സ്റ്റ് മന്ത്. അപ്പൊ അവൻ ഹിച്ചാക്ക് ചെയ്തിട്ട് പോകണം. എൻ്റെ അതേപോലെ ഞാൻ അവനെ സെയിമാ. ലിഫ്റ്റ് അടിക്കുന്നു, ടെന്റ് അടിക്കുന്നു, വോളണ്ടിയറിങ് ചെയ്യുന്നു. ഞാനിപ്പോൾ വോളണ്ടിയറിങ് ചെയ്യുന്നില്ല എന്നുള്ളൂ, മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ദിവസം ഒരുമിച്ച് ബൊലീവിയയിൽ ട്രാവൽ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവൻ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു പ്ലാൻസ് എല്ലാം. സോ അങ്ങനെയാണ് വീണ്ടും മീറ്റ് ചെയ്യും. കുറച്ച് ദിവസം ഒരുമിച്ച് ഉണ്ടാവും. സോ ഇപ്പോൾ ഇനിയൊരു 7-8 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു. 7 മണിക്കൂർ എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ എത്ര മണിക്കൂറുണ്ടെന്ന് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. മാപ്പിൽ കാണിക്കുന്ന 7 മണിക്കൂർ 45 മിനിറ്റുമാണ്. ഏകദേശം 500 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അവിടെ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡായിരിക്കും. അവിടെ എത്തുമ്പോൾ തന്നെ സിക്കാവാൻ ചാൻസ് ഉണ്ട്. അവിടെ ഏകദേശം 4000 ഫീറ്റിനടുത്തുണ്ട് ആൾട്ടിറ്റ്യൂഡ്. അവിടെ എത്തുമ്പോൾ തന്നെ വൊമിറ്റും ചുരം കയറി ഇറങ്ങലും ഹൈ ആൾട്ടിറ്റ്യൂഡ്. അപ്പം ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും പോയി നോക്കാം. പോയി അവിടെ എത്തുമ്പോൾ തന്നെ അറിയുള്ളൂ. എനിക്കിതാ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആണ്. അയ്യോ, തല കറങ്ങുന്നു. ഒന്നും തിന്നിട്ട് പോലും ഇല്ല. രാവിലെ അങ്ങനെ ഇഷ്ടം വന്നത്. വയറിലെല്ലാം ഗ്യാസ് കയറുന്നു. നമുക്ക് പോണ വഴിയെല്ലാം എന്താ കാണുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. വേറെ ലാൻഡ്സ്കേപ്പാണ്. അവിടെ എല്ലാം സ്നോയാണ് കാണുന്നത്. അവിടെ മൗണ്ടെയിനിൽ ഫുള്ള് സ്നോയാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ഗ്യാപ്പിലൂടെ അവിടെ കർട്ടൻ ഇട്ടേക്കാം. വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം സ്നോയാണ്. ഒരു വലിയ മൗണ്ടെയിന് സ്നോയും ആണ് കാണുന്നത്. കണ്ടോ, നമുക്ക്
ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെ ആവും അറിയില്ല. വൊമിറ്റ് എന്തായാലും ചെയ്യില്ല. വൊമിറ്റ് ചെയ്യാൻ ഒന്നുമില്ല, വെള്ളം മാത്രം കുറച്ച് കുടിച്ചത്, അല്ലാണ്ട് വൊമിറ്റ് ചെയ്യാൻ ഫുഡോ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. തലയാണെങ്കിൽ ഭയങ്കര വേദന എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. നമുക്ക് കംപ്ലീറ്റ് ഒരു ഡെസേർട്ടാണ്. പക്ഷെ ആ ഡെസേർട്ടിൽ തന്നെ പല പല ലാൻഡ്സ്കേപ്പ് വരുന്നുണ്ടോ. അങ്ങ് ദൂരെ നോക്കി, ദൂരെ കണ്ടോ, അവിടെ വേറെ ടൈപ്പ്, ഓരോ സ്ഥലത്തും ഓരോ പോലെ. ബൊളീവിയൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിത് അവിടെ ഒരു $100 ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിലുണ്ടായിരുന്ന സോള് തന്നെ മൊത്തം തീർന്നു. ഇപ്പോൾ ഫുള്ള് ഡെയിലി ഫുഡാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും മൊത്തം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. എല്ലാ ദിവസവും ടെൻ്റ് അടിക്കുന്നില്ലല്ലോ, തണുപ്പൊക്കെ അല്ലേ. എനിക്കാകെ സൗണ്ടൊക്കെ മാറി, എനിക്ക് വയ്യാണ്ടായിട്ട് കേട്ടോ. ഞാൻ $100 ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് അവർ തന്നത് 1300 ഇതിൽ എത്ര നഷ്ടം വന്ന് എത്ര എന്നെ പറ്റിച്ചെന്ന് എനിക്കറിയില്ല. ഇവർ പറയുന്നത് കുറവാണ് എന്നുള്ള അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന അവിടെ എത്തിയിട്ടും വയ്യാണ്ടായിട്ട് ഇനി അവിടെ പോയി നടക്കാനൊന്നും പറ്റില്ല. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ഈ എക്സ്ചേഞ്ചാണ്. ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. നമുക്കറിയുന്ന ഉണ്ടായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് അവിടുത്തെ പൈസ ബൊളീവിയയുടെ. നോക്ക്, ഞാൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവർ എൻ്റെ കൂടെയുള്ള ബസ്സിലെ ആൾക്കാരെ എനിക്ക് മിഠായിയൊക്കെ തന്ന്. കാരണം അയ്യോ ഞാൻ കണ്ടില്ല, എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കണ്ണെല്ലാം ബ്ലറാ, എനിക്കൊന്നും പറ്റില്ല. എൻ്റെ ഹാർട്ടെല്ലാം ഭയങ്കര പെയിന്, തല കറങ്ങുന്നു. ഇപ്പം ഇവിടെ എത്ര ആൾട്ടിറ്റ്യൂഡ് അറിയോ? 4517. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ കാണാം, അത് ഇവിടെ ഒരു ലേക്കാണ്, എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ നോക്ക്, എമിഗ്രേഷൻ എവിടെ ഇരിക്കുന്നത് നോക്ക്, കണ്ടോ? ഫുള്ള് ഭയങ്കര ഹൈറ്റിൽ, ഇത്രയും ഹൈറ്റിൽ വെച്ചെങ്കിൽ ലാപ്പാസിൽ 3000 ഉള്ളൂ, ഇവിടെ 4000 ഉണ്ട്. കണ്ടോ, ഭയങ്കര സീന് തന്നെ. എനിക്ക് സംസാരിക്കാനും പറ്റില്ല. വെള്ളം കുടിക്കാൻ പറഞ്ഞ അവിടെ ഉള്ള ആൾക്കാർ അവരെല്ലാവരും സഹായിച്ച്, അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് ഓക്കെ ആയിട്ടുള്ളത്. അവരിങ്ങനെ വെള്ളം മാത്രം കുടിക്കാൻ പറഞ്ഞത്. കണ്ടോ എന്താ ഇവിടെ കാണുന്നതെന്ന്? വലിയ മൗണ്ടെയിനോ, അവിടെ എല്ലാം സ്നോ എല്ലാം ആയിട്ട് ഭയങ്കര തണുപ്പുമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണേ. അയ്യോ, എനിക്ക് കുറേ നാൾക്ക് ശേഷം ഞാൻ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലത്ത് വരുന്നത്. ഒരു 3000 ആൾട്ടിറ്റ്യൂഡ് കൂടുതലൊന്നും ഞാൻ എവിടെയും പോയിട്ടില്ല ഈ അടുത്തൊന്നും. ഇപ്പോൾ ഇവിടുത്തെ ഹൈറ്റല്ല, ഇവിടുത്തെ വെതർ, ഈ വെയിലുള്ള നല്ല വെയിലാണ് ഈ സമയത്ത്. ഇങ്ങനെ വെയിലുള്ള സമയത്ത് ഇവിടുത്തെ വെതർ എത്രയെന്നറിയോ? ഇപ്പോൾ 2 ഡിഗ്രിയാണ്. ഫീൽസ് ലൈക്ക് 1 ഡിഗ്രിയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ രാത്രി എത്രയാണെന്നറിയോ? -10, -12. ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രിത്തെ എന്താ പറയുക, ഇത് കണ്ടില്ലേ? ഫുൾ ഇതാണ് ആൾട്ടിറ്റ്യൂഡ് ഹൈ ആയതുകൊണ്ട് തന്നെ ഫുൾ സ്നോ ആയിട്ട് കിടക്കുന്നതും. നമ്മൾ ലഡാക്കിലൊക്കെ പോകൂലേ, നമുക്ക് ലഡാക്കിൽ പോകുമ്പോൾ എന്താ ഫീൽ ചെയ്യുക? ആ സെയിമാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അതേ സെയിം ലാൻഡ്സ്കേപ്പും അതേ കാര്യങ്ങളുമാണ്. പയ്യെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പയ്യെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലഡാക്കിൽ പോയിട്ട് തന്നെ എനിക്കെല്ലാം കുറേ മുന്നേ, എത്രയോ വർഷം മുന്നേ പോയത്, 4 വർഷം മുന്നേ. അപ്പോൾ പോയപ്പോൾ എല്ലാം ഇങ്ങനെ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എല്ലാം ആയി, ബ്രീത്ത് കിട്ടാണ്ട് എക്സ്ട്രാ ഓക്സിജനൊക്കെ ബ്രീത്ത് ചെയ്ത്. അത് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു, എസ്പെഷ്യലി നൈറ്റെല്ലാം ടെൻ്റ് അടിച്ച് കിടന്നതൊക്കെ ഓർക്കുന്നു. അതൊക്കെ എത്ര ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നല്ല സ്ലീപ്പിംഗ് ബാഗും ഇതൊന്നുമില്ല, ടെൻ്റ് അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ല. നല്ല രസമുണ്ട് സ്കൈ എല്ലാം കാണാൻ. എനിക്ക് മാത്രമല്ല കേട്ടോ വയ്യാത്തത്, കുറേ പേർക്ക് വയ്യാണ്ടാവുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഇല്ലാത്തവർക്ക് നല്ലപോലെ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറെ കാര്യമില്ലേ, ഇത് കണ്ടോ, ഈ ആൾക്കാർ ഒരു ട്രൈബിലെ ആൾക്കാരാണ്. ഈ ട്രൈബിലെ ആൾക്കാരുടെ വില്ലേജിൽ പോകണം, അവരുടെ ഡ്രസ്സ് ഇടണം, എനിക്കതൊക്കെ ചെയ്യണം. ഞാനിപ്പോഴാണ് കാണുന്നത്. ആക്ച്വലി ഈ പുള്ളിക്കാരി എൻ്റെ അടുത്തായിരിക്കുന്നത്, എൻ്റെ സീറ്റിൽ. പക്ഷെ ഞാൻ അത് വീഡിയോ എടുക്കാത്തതുകൊണ്ട് അറിയാണ്ടിരുന്നത്. ഞാൻ ഇപ്പോൾ ഹോല സേ ദിസ് ഡ്രസ് BN, this BN. See, protection more frio, no, this more. കണ്ടോ, അവരുടെ കട്ടിയാണ്. കുറേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അവർ. ഇത് അവർ എണീച്ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഭയങ്കര വലുതായിട്ട് നിൽക്കും. അതാണ് ഈ പുള്ളിക്കാരി എൻ്റെ അടുത്തിരിക്കുന്നത്. ഇത് ഇവരിങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. എനിക്കത് കണ്ടിട്ട് തന്നെ ഭയങ്കര ആഗ്രഹം അതെല്ലാം ഇടാനും കാണാനും എല്ലാം. ഞാനിതാ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. എൻ്റെ അടുത്ത് ഈ ഒരു പുള്ളിക്കാരൻ ട്രാൻസ്ലേറ്റ് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ?
ഇനി വലിയ മൗണ്ടെയിൻ വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളതെന്ന്. ഇതിനെക്കാട്ടിലും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളത് വരുന്നുണ്ട് എന്നാ പറഞ്ഞു. എനിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ല എൻ്റെ അമ്മ. ഞാൻ എന്താ ചെയ്യാ? എന്നോ ഈ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ ആ കൊൽക്കത്തയിൽ എന്തോ വിൽക്കുന്ന ഫുഡിന്റെ വീഡിയോ എല്ലാം എനിക്ക് കാണിച്ചിട്ട് ഇതെല്ലാം ഇന്ത്യ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെ നാണം കിടന്ന സമയം എപ്പോഴും എപ്പോൾ നമ്മൾ പോകുന്ന സമയത്തും ആൾക്കാർ ഇങ്ങനെ ആ സെയിം വീഡിയോ തന്നെ കാണിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും. ഇത് നോക്ക്, ഈ അമ്മമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. അല്ല, അമ്മമ്മ എന്തോ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ കാണാൻ തന്നെ ഭയങ്കര വേറെ ലുക്കാണ്. മുഖമൊക്കെ ഡിഫറെൻ്റ് ആ മുടിയല്ല, ഹെയർ സ്റ്റൈലും. ബിയൻ അവര് നല്ല കട്ടിയുള്ള ഡ്രസ്സാണ്. അവരെന്തോ കഴിക്കുന്നു നോക്ക്. എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുട്ടയും ഉരുളൻകിഴങ്ങും ഉരുളൻകിഴങ്ങും വേറെന്താ? ഓക്കെ mais sì è mais perché che ചർച്ച എന്തോ ബീഫോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാധനം കാർണെ സി കാർണെ ബീഫാണ്. എന്തോ പിച്ച് ചെയ്തിട്ടുള്ള സാധനം എന്തോ സാധനമാണ്. അമ്മമ്മ ഇതെനിക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. കഴിച്ചോട്ടെ കേട്ടോ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ്. ബൊലീവിയ ചീപ്പസ്റ്റ് രാജ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. 25 ബൊലീവിയൻ പെസോ ആണോ ഇതെന്താണെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ ഇതവിടെ ഇത് മേടിക്കുന്നുണ്ട്. ഫുഡാണ് മേടിക്കുന്നത്. ഞാൻ ഈ പുള്ളിക്കാരി കഴിച്ച സെയിം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് ഫുഡ് കഴിക്കാനും പാടില്ല ഇങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആവുന്ന സമയത്ത്. പക്ഷെ ഒന്നും കഴിക്കാതിരിക്കാനും പാടില്ല. ഞാനിതാ ഇത് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു പൊട്ടാറ്റോയും ഒരു എഗ്ഗും കണ്ടില്ലേ, പിന്നെ കുറേ ബീഫും, പിന്നെ അതിൻ്റെ അടിയിൽ കോണും. കഴിച്ചോട്ടെ എങ്ങനെയുണ്ട്. ഞാനിത് കഴിച്ചോട്ടെ. ഭയങ്കര ഡിഫറെന്റ് ആയി. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്. തൂ ഗുസ്തോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടോ. മേ ഗുസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഒരു ഇച്ചിരി ഓക്കെ ആയിട്ടുണ്ട്. എന്റെ ഹൃദയമൊക്കെ ഇതിന്റെ ഉള്ളിൽ ഹീറ്റർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പൊ ഇത് കഴിക്കട്ടെ. ഇപ്പോ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, അവിടെ ഉണ്ടോ? അവിടെ ഏതോ ഒരു വെൽക്കം ബോർഡൊക്കെ കാണുന്നുണ്ട്. കണ്ടോ? ചുരാഹുറ ഏതോ സ്ഥലത്തിന്റെ പേരെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് വേറെ എങ്ങോട്ടോ പോവാണ്. ഏതോ വില്ലേജിലേക്കെല്ലാം. ഒരു ചെറിയ വില്ലേജാണ് കാണുന്നത്. പക്ഷെ വില്ലേജിലൊന്നും ആൾതാമസം ഒന്നും ഇല്ല കേട്ടോ. പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന വില്ലേജാണ് കാണുന്നത്. നോക്ക്, ആ വീട്ടിലൊന്നും അങ്ങനെ ആരും ഇല്ല. എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നതാണ്. പോകുമ്പോ ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. ലാമയാണോ? കമലിദോസ്. ഇത് ചെമ്പരിയാട് പോലെ ഇരിക്കുന്ന യാമയാണ്. ലാമ, യാമ, ജാമ, ഷാമ. പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. ഇപ്പൊ ബൊലീവിയയിലാണ്. ഇനി മൊത്തം ഈ ലാമേനെ തന്നെ ആയിരിക്കും ഞാൻ കാണാൻ പോകുന്നത്. ഇനി ഞാൻ പെറുവിലെല്ലാം എൻട്രി ചെയ്യാൻ നോക്കുന്നത്. അപ്പോഴൊക്കെ ഇത് തന്നെ ആയിരിക്കും കാണുന്നത്. ഇങ്ങനെ തന്നെ ശരിക്കും ഓരോ വഴി പോകുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ലാൻഡ്സ്കേപ്പ് കാണുന്നത് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്ക്, അവിടെ നോക്കി വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. എങ്ങനെ ഇരിക്കുന്നത് അത് കാണാൻ നല്ല രസമുണ്ട്. ഓരോന്നോരോന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് പോവാണ്. അപ്പം ഇവിടെ ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതാണ്. കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങി പോയതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് ഞാൻ സൈഡിൽ വന്നിട്ട് ഇരുന്നത്. ഞാനല്ലെങ്കിൽ എനിക്ക് വിൻഡോ സീറ്റ് അല്ല ഉള്ളത് കേട്ടോ. ഇവിടെ നോക്ക്, എങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ലാൻഡ്സ്കേപ്പൊക്കെ കാണുന്നത്. പക്ഷേ രസമുണ്ട്. ഇത്ര ദിവസം ഉണ്ടായിരുന്ന പോലെയല്ല. ഇത്ര ദിവസം കാണാനൊന്നും ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയും കാണാനൊക്കെ അടിപൊളിയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് വെറും ജസ്റ്റ് ഇങ്ങനെ ഇത് മാത്രമല്ലല്ലോ. എന്തായാലും പറയാ, ഇങ്ങനെ പല ഡിസൈനിൽ പല സ്കൈയൊക്കെ ബ്ലൂ ആയിട്ട് അങ്ങനെ ഒരു രസമുണ്ട് കാണാൻ. ഇത്ര ദിവസം എങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒരു സാൻഡ് ഡ്യൂൺസ്, ആ ഒരു മഞ്ഞ കളറിൽ മാത്രം സാൻഡ് ഡ്യൂൺസ്. ഇത് പലതരം കളറുണ്ട്. വൈറ്റ്, ഗ്രീന്, റെഡ്,
പല യെല്ലോ കണ്ടോ, പല പല കളേഴ്സ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല കണ്ടോ. അവിടെ നോക്ക്, ഗുഹ പോലെയെല്ലാം കാണുന്നില്ലേ. അങ്ങനെ ഓരോ പോകുന്ന വഴിക്കും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ ഇതാട്ടോ, സാൾട്ട് ലേക്ക് പോലെ വൈറ്റ് കളറിൽ ഫുള്ളത്. ഇവിടെ ആക്ച്വലി ബൊളീവിയയിൽ ഉനൂനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു സാൾട്ട് ലേക്ക് ഉണ്ട്. അതാണ് എന്താ പറയുക, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം. ഭയങ്കര അടിപൊളിയാണ്, അവിടെ കാണാനൊക്കെ നൈസാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണം. ആദ്യം എനിക്ക് സിറ്റിയിൽ ലാപാസിലെത്തിയിട്ട് ബ്രസീലിൻ്റെ വിസ നോക്കണം. അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവുകയാണെങ്കിൽ അതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുള്ളൂ, ലൈക്ക് ബൊളീവിയയിലെ തന്നെ. അതെ ലാമ ഉണ്ടോ, ലാമ. അയ്യോ ക്യൂട്ടുണ്ടോ, അത് നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് പോകാനായിട്ട്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടും നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെയാണ്, സെയിം ഒരു ലാൻഡ്സ്കേപ്പാണ് കാണുന്നത്. ഫുള്ളിങ്ങനെ തരിശ് ഭൂമി വരും. ബസ്സിലാണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക അത് തന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക ബിസ്ക്കറ്റും പിന്നെ ഒരു ജ്യൂസും ഓറഞ്ചിൻ്റെ, അത് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബസ്സിൽ അതെല്ലാം കിട്ടുന്നുണ്ട്, നല്ല ബസ്. പോകുന്ന വഴി ഇങ്ങനെ കാണുന്നത് എന്താണെന്നറിയോ, മിലിറ്ററിൻ്റെ വീടുകളാണ് കണ്ടോ. നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടില്ലേ, നല്ല രസമുണ്ട്. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കാണുന്നത്. അതെല്ലാം മിലിറ്ററിൻ്റെ തന്നെയാണ്. അയ്യോ എൻ്റെ അമ്മുമ്മ പോവാണല്ലോ. അതൊന്തേ തൂക്കാസ ഉറൂറു ആ സി ബി മഞ്ഞാന ഉറൂറു മഞ്ഞാന സി മഞ്ഞാന. ഞാൻ ഉറൂറു എന്ന് പറഞ്ഞ സ്ഥലത്ത് അടുത്ത് പോകുട്ടോ. ഇപ്പൊ ഞാൻ പോകുന്നില്ല, അവരിവിടെ ഇറങ്ങിയിട്ട് ആ സി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകും. ഇവിടെ നോക്ക്, ഇവിടുത്തെ വീടുകളൊക്കെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഉറൂറിലേക്ക് പിന്നെയും കുറെ പോവാനുണ്ട്. ആക്കി ഉറൂറു ലേഹോ സി ലേഹോ പോക്കോ ലേഹോ സി. ഇവിടെ ഇറങ്ങിയിട്ട് അവർ വേറെ വണ്ടിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഉറൂറിലേക്ക് എന്താ ബ്രസീലിലെ ഫ്രണ്ടില്ലേ ആള് ഉറൂറു എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കാണ് നാളെ ബസ് എടുത്തിട്ടുള്ളത്. നാളല്ല, അവന് ഇന്ന് വൈകിട്ടാണ് ബസ്. നാളെ രാവിലെ വെളുപ്പിനെങ്ങാണ്ടോ അവൻ അവിടെ എത്തും. ഞാൻ അങ്ങോട്ടെല്ലാം പിന്നെ പോണം. ഈ ഉറൂറ് കഴിഞ്ഞ് ഉനൂനി ആ ലേക്കെല്ലാം അങ്ങോട്ടാണ്. പക്ഷെ എൻ്റെ വിസേൻ്റെത് നോക്കണം. ഇന്ന് 2 മണിക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 3 മണി കഴിഞ്ഞു. 3 മണി കഴിഞ്ഞിട്ടും ഇതുവരെ ഞാൻ എവിടെ എത്തിയിട്ടില്ല. എപ്പോഴാണ് എത്താന്നറിയില്ല ഞാൻ ലാപാസ്. ഇപ്പൊ സ്കൈ എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നല്ല നീല സ്കൈയും ആ നീല സ്കൈയില് വൈറ്റ് കളറിൽ ഇങ്ങനെ ക്ലൗഡ്സ് നിൽക്കുന്നതും. അതിനിടയിലൊക്കെ ദൂരെയൊക്കെ എവിടേക്കോ വീടുകളുണ്ട്. നോക്ക് കേട്ടോ, പശുവിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ബസ് ഹിച്ചൈക്ക് ചെയ്തിട്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ആ കാട്ടിലൊക്കെ പോയി നിൽക്കായിരുന്നു. ആ വീടുകളിൽ ആകെ 1-2 വീടേ ഉള്ളൂ. അങ്ങനെ എനിക്ക് ഇറങ്ങാനുള്ള ഭയങ്കര ടെംപ്റ്റേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് വിസേൻ്റെ കാര്യം നോക്കിയിട്ട് തന്നെ എന്തായാലും ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുന്ന എൻ്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ എത്ര ദിവസമായി ഈ ഒരു ബ്രസീൽ വിസയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്നത്. ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നതല്ല. നമുക്ക് അവിടെ കണ്ടോ വീടുകൾ, ഞാൻ സൂം ചെയ്ത് കാണിച്ചേരേ കണ്ടോ. നമുക്ക് അവിടെ വീടുകളുണ്ട്. ഈ ഡെസേർട്ടിൽ ഇങ്ങനെ കുറച്ച് വീടുകൾ മാത്രമായിട്ട് അവിടെ കാണുന്നുണ്ട്. അടിപൊളിയായിരിക്കും. ഇവിടുത്തെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നോക്കിക്കേ, ലാപാസ് എത്തി. ലാപാസിന്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഇതെന്താ എന്തത് കാർട്ടൂണിലൊക്കെ എന്തോ വരച്ചൊക്കെ വെച്ച പോലെ ഉണ്ട് തോന്നുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്. ശരിക്കും ചിത്രം വരച്ച പോലെ തോന്നുക, ഒറിജിനലായിട്ട് തോന്നുന്നില്ല. എന്തോ ഗെയിം കളിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫുൾ ഹൈറ്റ്, അവിടെ എല്ലാം സ്നോ മൗണ്ടെയിൻസ്, ഫുൾ മൗണ്ടെയിൻസ്. എന്നാൽ ഇങ്ങനെ താഴത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ഓ വേറെ ലെവൽ സ്ഥലമാണല്ലോ, അടിപൊളി. എന്തായാലും കുറച്ച് ബെറ്ററാണ്. ലിമയെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷെ ലാപാസ് ജസ്റ്റ് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, നോക്ക് ശരിക്കും മൗണ്ടെയിനാണ്. ആ മൗണ്ടെയിനിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് വീടുള്ളത്. ഇവിടെ എല്ലാം ഇഷ്ടിക വെച്ചിട്ടാണ് വീട് നിർമ്മിച്ചേക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, എല്ലാത്തിനും ആ ഒരു കളറാണ്. നമുക്ക് അത് മൊത്തം വീടുകളാ, തിങ്ങി കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണും. പിന്നെ ചെടികളായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നോക്ക് കേട്ടോ, അവിടെ എല്ലാം സ്നോ മൗണ്ടെയിൻ കാണുന്നുണ്ടോ. തണുപ്പാണ് ലാപാസ്, നല്ല തണുപ്പാണ്. രാത്രിയെല്ലാം -ഡിഗ്രിയാണ് ഇവിടെ വെതർ. ഇപ്പൊ ആക്ച്വലി ഓഫ് സീസൺ ആണ്, അതായത് ഇപ്പൊ വിന്റർ ആണ്. വിന്ററിൽ ആരും അങ്ങനെ വരില്ല.
എന്നെ പോലെ കണ്ടിന്യൂസ്ലി പോയിട്ട് വരുമ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, അങ്ങനെ വന്നതാണ് ഞാൻ. അല്ല കാരണം ഞാൻ സെൻട്രൽ അമേരിക്കയിലായിരുന്നപ്പോൾ അവിടെ മഴയും ചൂടും ഒക്കെ ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ തണുപ്പായി. അങ്ങനെ എന്തായാലും കൊള്ളാം. നോക്കി ബസ് എവിടെയാണോ നിർത്തുന്നതെന്ന് അറിയില്ല. ഞാൻ ഒരു കൗച്ച് സർഫറുടെ വീടുണ്ട്, അപ്പോൾ ആളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ആക്ച്വലി എംബസിയിലേക്ക് പോകണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്നിപ്പോൾ സമയം ലേറ്റായി. ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിനി എന്തായാലും എംബസിയിലേക്ക് പോകാൻ പറ്റില്ല. സോ നാളെ രാവിലെ തന്നെ ഞാൻ എംബസിയിലേക്ക് പോകണം. ബ്രസീലിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാക്കണം. കുറേ ദിവസമായിട്ട് അതിൻ്റെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാവ്, എന്ത് രസമാണ് കാണാൻ. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നൈസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ടോൾ റോഡാണെന്ന്. അധികം റഷ് ഒന്നും കാണുന്നില്ല, കാരണം അത്യാവശ്യം സ്പീഡിൽ ബസ് പോകുന്നുണ്ട്. ഇത്ര നേരം ഫുൾ ട്രാഫിക്കിൽ കിടക്കുമായിരുന്നു. അത് നോക്കിക്കേ, മലേൻ്റെ മുകളിലാണ് ഓരോ വീടുകളും ഓരോ ലെയറായിട്ടാണ് കിടക്കുന്നത്. താഴത്തേക്കും മുകളിലേക്കും കയറി ഇറങ്ങി നിൽക്കുന്നത്. ആ മൗണ്ടിൻ്റെ ടോപ്പ് ഉണ്ടോ, ടോപ്പിൽ വരെ ഫുൾ വീടുകളാണ് കാണുന്നത്. ഇവിടെയും അങ്ങനെ വീടുകൾ, അത്യാവശ്യം വലിയ വീടുകളാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വില്ല പോലെ ഇരിക്കുന്ന വീടുകളാണ് കേട്ടോ. ആ മൗണ്ടൈൻ ആക്ച്വലി കാണുന്നില്ല, മൗണ്ടൈനിൽ മൊത്തം ഇങ്ങനെ വീടുകളായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് കാണുന്നത്. നമുക്ക് സ്കൈ എല്ലാം നല്ല അടിപൊളി സ്കൈയാ. അമ്പിളിമാമനെ കണ്ടില്ലേ, ഓക്കെ സൂക്ഷിച്ചൊക്കെയാണ് കാണാം. ഇത്രയും മൗണ്ടൈൻസ് ആയ സ്നോ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തണുപ്പ്. ഫൈനലി ഞാനിതാ ലാപാസിൽ എത്തിയിട്ടുണ്ട്. രാവിലെ 6:45 തുടങ്ങിയതാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ സമയം 5:15 ഭയങ്കര ടയർഡാണ്. ബസ്സിലൊന്നും ഇരുന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എല്ലാം ആയിട്ട്. ഇപ്പം ഞാനിവിടെ നിൽക്കുകയാണേ. ഇവിടെ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബ്രീത്തെല്ലാം ഭയങ്കര സീനായിട്ടുള്ളത്, കാരണം ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട്. ഞാൻ ആദ്യം പോയിട്ട് സിം എടുക്കട്ടെ. സിം എടുത്തിട്ട് വേണം എനിക്ക് ആളുടെ വീട്ടിലേക്ക് പോകാനുള്ള ഡയറക്ഷൻ എല്ലാം നോക്കാനായിട്ട്. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ബസ് ടെർമിനലിലാണ് എത്തിയിട്ടുള്ളത്. നോക്കിയോട്ടെ, ഇവിടെ എൻടെൽ എന്ന് പറഞ്ഞ എന്തോ സിമ്മുണ്ട്. ആ സിമ്മാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിമ്മ് നോക്കാൻ വേണ്ടിയിട്ട് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നോക്ക്, ഇത് വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു സാധനമല്ല. സി നോ ഗ്രാസിയാസ് സി ഗ്രാസിയാസ്. ഇവിടെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, കാരണം ബസ് ഇറങ്ങി ബസ് ടെർമിനലായതുകൊണ്ട്. ഓ, ഇവിടെ തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. എനിക്ക് എന്തായാലും ജാക്കറ്റെല്ലാം മേടിക്കണം. ഞാൻ ആദ്യം സിം എടുക്കട്ടെ. സിം എടുത്തതിന് ശേഷം നോക്കാം. സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഹൃദയം വേദന എടുക്കുവാണ്, ആൾട്ടിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് സംസാരിച്ച് പയ്യെ നടക്കാം. ഓട്ടോമാറ്റിക്കലി സ്പീഡിൽ നടന്ന് ശീലായിട്ടാണ് പ്രശ്നം. ഓല ഓ എൻറ്റൽ സിം. ¿Adónde? ¿Lejos? ¿Cerca? എവിടെയാന്തോ. ആളെ ഫോളോ ചെയ്തിട്ട് ഞാൻ പോകുന്നത്. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലെത്തി. ഉള്ളിലെവിടെ? എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ അല്ലേ. ഓ, ദേ കുസ്കോ പൂനോക്കൊക്കെ ബസ്സുണ്ട്. സി ഗ്രാസിയാസ്, മൂച്ച ഗ്രാസിയാസ്. ഓഹ്, നടക്കുമ്പോൾ നല്ല നെഞ്ചുവേദന എടുക്കുന്നുണ്ട്. എനിക്ക് ആ ലഡാക്ക് തന്നെ ഓർമ്മ വരുന്നത്. എനിക്ക് ഏറ്റവും സീനിയർ ലഡാക്കിലായിട്ടുണ്ടായിരുന്നു. സിം എടുക്കട്ടെ. പോയിട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ അൺലിമിറ്റഡ് പാക്കെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ 10 ദിവസത്തിന് 60. ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാലും അതിൽ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അതുപോലെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എടുത്തതാണ്, കുറേ പൈസ കൊടുത്ത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. സോ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ഇത് എന്താണ് ഏതാ മേടിക്കുന്നത്. സിമ്മിന് വേറെ പൈസയും. നമ്മളെ നാട്ടിലൊക്കെ സിമ്മ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടെ കിട്ടും. സിമ്മെല്ലാം എടുത്തു കഴിഞ്ഞ് ഞാനിപ്പോൾ വാഷ്റൂം എല്ലാം യൂസ് ചെയ്ത് എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ കൗച്ച് സർഫർ പറഞ്ഞു ഒരു ലോക്കൽ ഫുഡെല്ലാം കിട്ടുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അങ്ങോട്ട് മാപ്പ് ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 കിലോമീറ്ററും 15 മിനിറ്റ് നടക്കാനുള്ളതുണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ നമ്മളെ കൊക്കൈൻ ഉണ്ടാക്കുന്ന കൊക്കോ പ്ലാന്റ് ഇല്ലേ,
ആ കോക്കോ പ്ലാന്റിൻ്റെ ടീ കുടിച്ച് കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് മാറും. അത് കുടിക്കാനാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത്. സോ ഞാൻ ടീ ഒന്നും കുടിക്കാറില്ല, പക്ഷേ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആയതുകൊണ്ട് കുടിക്കണം. പിന്നെ ഡയമോക്സും സൊറോച്ചി എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ ഡയമോക്സ് അറിയാമല്ലോ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് നമുക്ക് നോക്കാം. വേറെ എന്തോ ഒരു സാധനം ഉണ്ട്, കുറേ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ അവിടെ എല്ലാം ഉള്ളത്. ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് മേടിച്ച് കഴിക്കാൻ വേണ്ടി തോന്നും. എല്ലാവരും ഫുൾ തണുപ്പിലുള്ള ക്ലോത്ത്സ്, ഞാൻ ചൂടിനുള്ള ക്ലോത്ത്സ് എല്ലാം ആയിട്ട് ജസ്റ്റ് ഒരെണ്ണം നോർമലി. ദുൽസെ ദുൽസെ De queso es chongo. Queso, empanada casera, ¿Dulce? requisito de queso. sí. ¿Cuánto? ¿A 3? uno. 2 de aquí de queso. മൂന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഭയങ്കര ചീപ്പാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ചീപ്പാന്ന് തോന്നിയില്ല. നോക്കി നോക്കാം ചീപ്പാണോ അല്ലേ എന്നുള്ളത്. ബാക്കിയെല്ലാം സിമ്മൊന്നും അങ്ങനെ ചീപ്പല്ല. 1500 ഇന്ത്യൻ റുപ്പിക്ക് ആ 10 ദിവസത്തിന് ഞാൻ അൺലിമിറ്റഡ് എടുത്ത് സംസാരിക്കുമ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കുക. കാരണം ആൾട്ടിറ്റ്യൂഡ് കാരണം നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബ്രെഡാണ്, പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല. ഉള്ളിൽ വേറെ എന്തോ ഉണ്ട്, ചെറിയ മധുരം, ഒരുപാട് മധുരമില്ല. ഉള്ളിൽ എന്താ പൊട്ടറ്റോയോ എന്തോ ഒരു സോൾട്ടിൻ്റെ ടേസ്റ്റാണ് ഉള്ളിൽ. ഒരു മൗണ്ടെയിൻ ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ ഇന്ത്യയിലൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോലെ പല ടൈപ്പ് ബ്രെഡ്. എനിക്ക് സ്റ്റിൽ ലേ പോലെ തോന്നുന്നത്. ലേ ഭയങ്കര വലുതായ പോലെ, ലേ ചെറുതല്ലേ, ഇത് വലുതാണ്. ഫുള്ള് ഇങ്ങനത്തെ ബസ്സൊന്നുമില്ല, നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ഫുള്ള് ഇതുപോലത്തെ വാനാണ്. ഞാനിങ്ങനെ വളരെ പയ്യെ നടന്നു പോവാണ്. ഞാനിപ്പോൾ നടന്നു പോകുന്ന ഏരിയയിൽ കുറേ ചേർച്ചും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് സ്പീഡിൽ നടന്ന് ശീലമായിട്ട് ഇപ്പോൾ പയ്യെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടുക. ഞാൻ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഈ റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? വാനാണ്. പിന്നെ കാറാണെങ്കിലും വളരെ പഴയ കാറൊക്കെ ഉണ്ടല്ലോ, അതാ കാണുന്നത്. ഇപ്പോൾ സമയം 6:11 6:11 ഇരുട്ടായിട്ടില്ല. സാധാരണ എല്ലാവിടെയും ഭയങ്കര ഇരുട്ടാവലുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ടൈം മാറിയിട്ടുണ്ടായിരുന്നു. പെറുവിൽ ഡിഫറെൻറ്റ് ടൈമും ചിലയിലും ബൊളീവിയയിലും ഡിഫറെൻറ്റ് ടൈമാണ്. ഇവിടെ എന്തോ സ്ട്രീറ്റ് ഫുഡ് എല്ലാം കാണുന്നുണ്ട്. ചിക്കനാണല്ലോ, ചിക്കൻ നല്ല ചിക്കൻ ഫ്രൈ ഈ ചൂടിൽ കഴിക്കാൻ പറ്റും. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ, എല്ലാവരും മേടിക്കുന്നുണ്ട്. ഞാൻ എന്താ കഴിക്കണ്ടേ? ചിക്കൻ ഫ്രൈ കഴിച്ചാലോ? ചിക്കൻ ഫ്രൈ കഴിക്കാലോ? ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായി ചിക്കൻ ഫ്രൈയും പിന്നെ എന്തോ ഒരു ബ്രൗൺ കളറിലൊരു സാധനം, അത് എന്താന്ന് മനസ്സിലായില്ല. 2 ചെറിയ ഉരുളക്കിഴങ്ങ് തൊലി കളയാത്തത്, പിന്നെ വലിയ കോണ്, പിന്നെ എന്തോ ഒരു സോസും. കണ്ടിട്ട് അടിപൊളിയാണ്, കഴിച്ചു നോക്കും പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനിത് അവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്, എനിക്ക് എന്താറില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട്. തൊലി കളയാത്ത ഉരുളക്കിഴങ്ങ് ഞാൻ കഴിക്കാറില്ല, അതെ ഞാൻ കഴിക്കുന്നത്. അടിപൊളി. ഒരു ചിക്കൻ പീസ് പറഞ്ഞിട്ട് വീണ്ടും ഒരു ചിക്കൻ പീസ് കൂടെ പറഞ്ഞു. ഞാനിവിടെ ഒരു കാര്യം നോട്ടീസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൈ വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇവരെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി ഡോഗിന് മായ കൊടുക്കുന്നു. അയ്യോ എന്ത് ക്യൂട്ടാ, അയ്യോ ക്യൂട്ട്. Igualito, igualito. ¿Qué? Completo. ¿De cuánto? Igualito. Que sea lo mismo. Lo mismo. Así con esto, así. No. Sola. Solo pollo. Va a salir 15. Igual cuesta. Sola this. 15. Sí. No, pero esa nomás tiene rosa. Me gusta el pollo. നമ്മള് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് ഇതൊക്കെ പറഞ്ഞാലും ഇത് പറഞ്ഞാലും 15 ഇവിടുത്തെ പൈസ കൊടുക്കണം. എനിക്ക് പക്ഷെ ചിക്കൻ മാത്രം മതി. ഇതുണ്ടോ ഒരു ചിക്കൻ പീസ് കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വേണമെങ്കിൽ വീണ്ടും തരും, പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ കൈ കൊണ്ട് കഴിക്കുന്നുണ്ടോ? സാധാരണ ഈ ഒരു സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്കയിലൊന്നും ആരും കൈ വെച്ച് കഴിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. ഇവിടെ വന്നപ്പോൾ മാത്രം ആദ്യമായിട്ട് കൈ വെച്ച് കഴിക്കുന്നതാണ്. അപ്പം ഞാനും കൈ വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. കാരണം അവർ സ്പൂണൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. കുച്ചാര അങ്ങനെ എന്തോ ആണ് പറയുന്നത് സ്പൂണിന്, കറക്റ്റൊന്നും ഓർമ്മയില്ല കേട്ടോ. ഫുഡ് എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. ശരിക്കും ഇവിടുത്തെ കറൻസീൻ്റെ പ്രൈസ് അറിയുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്ത് ഡോളറിലും
ഇന്ത്യൻ റുപ്പിയിലും പറയാൻ എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് അതുകൊണ്ട് ഇത് ചീപ്പാണോ എക്സ്പെൻസീവ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ തട്ടുകട പോലെ നോക്ക് ഭയങ്കര തിരക്കാണ്. ഇവിടെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം അവിടെ ഉണ്ടായിരുന്നവർ പോയി, ഞാനിത് അവിടെ ഇരിക്കുന്നു. നോക്ക് എല്ലാവരും കൈവച്ച് കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സാധാരണ കൈവച്ച് കഴിക്കുന്നത് കാണാൻ പറ്റാറില്ലല്ലോ. ഇവിടെ നോക്കി ഇരുട്ടായിട്ടും നല്ല വെളിച്ചുണ്ട്. നോക്ക് എന്തോ ലെമണോ വെള്ളോ കോക്ക നോ എന്തോ ഒരു വെള്ളമാണ് ഇവിടെ വെച്ചേക്കുന്നത്. കണ്ടോ അവര് വെള്ളമെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചേക്കാണ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഗ്രാസിയാസ് അത് വേണ്ട, എന്തോ വെള്ളമാണ് എന്താന്ന് തന്നെ അറിയില്ല. അപ്പൊ ഞാന് ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇനി ആളുടെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കുന്നത്. കാരണം ഇനി ഞാനിവിടെ തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ടയേർഡാണ്. ആദ്യം മെഡിസിൻ മേടിക്കണം. മെഡിസിൻ ഫാർമസിയ ഫാർമസിയ അവിടെ ഫാർമസിയാന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. F ആണ് കേട്ടോ, P അല്ല. നമ്മുടെ നാട്ടിൽ PHARM അങ്ങനല്ലേ ഫാർമസി. ഇവിടെ ഫാർമസിക്ക് മെഡിക്കൽ ഷോപ്പിന് പറയുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലൊരു വൈബ് ഉണ്ട്. തണുപ്പാണെങ്കിലും ആൾട്ടിറ്റ്യൂഡ് ഉണ്ടെങ്കിലും പ്രത്യേക ഒരു രസമുണ്ട്. പിന്നെ കയറ്റവും ഇറക്കും അങ്ങോട്ടും ഒക്കെ അവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. കുത്തുകുത്തായിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെ അവിടെയും ഇവിടെയും ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വയ്യെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഞാൻ തിരിച്ച് ഈ ലാപ്പാസ് വന്നിട്ടായിരിക്കും ഞാൻ പെറുവിലല്ല എൻട്രി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ക്രോസ് ചെയ്യട്ടെ. താങ്ക്സ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കും. കാരണം നാളെ ഞാൻ പിന്നെ വിസ കിട്ടുകയാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇവിടുന്ന് അടുത്ത വില്ലേജിലേക്ക് ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെ അധികം നിൽക്കും. ഞാനിവിടെ മെഡിസിൻ മേടിച്ചിട്ടുണ്ട് ഒരു 3 എണ്ണം. 3 എന്താണ് സൊറോച്ചി പസ്തില, ഡയമോക്സിന് പകരം ഉള്ള മെഡിസിനാണ്. അതാണ് ഇവിടെ ഫേമസ് എന്നിട്ട് അത് മേടിച്ചത്. സൊറോച്ചി പാസ്തിലയും പിന്നെ ഞാനൊരു ആൽബൻഡോസോളും മേടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഞാൻ കുറേ വൃത്തികെട്ട വെള്ളമാണ് കുടിച്ചത്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് ആഫ്രിക്കയിലുണ്ട്. പുള്ളിക്കാരൻ ഓൾറെഡി എന്താ പറയുക ടൈഫോയിഡൊക്കെ ആയിട്ടുണ്ട്. വൃത്തികെട്ട വെള്ളവും എന്താ പറയുക വൃത്തിയില്ലാത്ത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. എൻ്റെ മുന്നിൽ ഈ കാണുന്ന ആൾക്കാർ കണ്ടോ, ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്. ഇങ്ങനെ ഇടുന്നത് തടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. പറയാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. നല്ല രസമാണ് ഈ ഡ്രസ്സെല്ലാം കാണാൻ. ഇതേതാ വില്ലേജ് നോക്കിയിട്ട് ഇവരെവിടെ താമസിക്കുന്നെല്ലാം നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഈ ഡ്രസ്സെല്ലാം ഇടണം. നല്ല രസമാണ്. രാവിലെ തൊട്ട് ഞാൻ ബസ്സിൽ നിന്ന് കാണുമ്പോൾ തൊട്ട് മനസ്സിലാഗ്രഹിച്ചാ ഇത് ഏത് ട്രൈബാ, എവിടെയുള്ള ആൾക്കാരെ എങ്ങനെ കാണണം എന്നുള്ളത്. ഞാനിപ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് വാന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു 4 മിനിറ്റ് നടക്കാനുണ്ട്. പയ്യെ നടക്കുന്നേ, എന്നിട്ട് തന്നെ എനിക്ക് ടാസ്ക് ആവുന്നുണ്ട്. കുറേ നേരമായിട്ട് അങ്ങോട്ട് കൂടെ നടക്കുന്നേ ഞാൻ. ആ ലൊക്കേഷൻ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആളെന്നെ കുറേ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും റെഡി ആവുന്നില്ല. ഇഷ്ടംപോലെ ഫാർമസി ഉണ്ടല്ലോ ഇവിടെ എല്ലാവിടെയും. ഞാൻ അവിടുന്ന് വീണ്ടും ഒരു 2 കിലോമീറ്റർ നടന്നു. എന്നിട്ട് ഈ ഒരു ചേർച്ചിൻ്റെ അങ്ങോട്ട് വരാനാണ് പറഞ്ഞത് ആള്. ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞേ. ഇനി ഞാൻ നോക്കിയോട്ടെ, ആൾക്ക് വിളിച്ചോട്ടെ എവിടെ ബസ് കിട്ടുന്നത്. നല്ല അടിപൊളി ചേർച്ചു, നല്ല വ്യൂ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നോക്ക് ചുറ്റും ഓരോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേരുണ്ട്. എൻ്റെ അവരവിടെ വന്ന് വീഡിയോ എടുത്തോളാനാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. എൻ്റെ ഫോണ് ഇപ്പോൾ 9% ഞാനിപ്പം നടന്ന് അപ്പുറത്തിട്ട് ആളെ വിളിക്കണം. ആളെ വിളിച്ചാലാണ് എനിക്കറിയാൻ പറ്റുള്ളൂ കറക്റ്റ് എവിടെയാണ്. കുറേ വെറൈറ്റി ഫുഡുകളുണ്ട്. എനിക്ക് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ആയതുകൊണ്ട് ഒരുപാട് ഫുഡ് കഴിക്കാൻ പാടില്ല. ഒരുപാട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് കൂടുതലായിരിക്കും. ആ കോക്കോൻ്റെ ഇത് കുടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അതെവിടെ ഞാൻ കണ്ടതുമില്ല. ഇനി നാളെ എല്ലാം കുടിക്കാം. സോ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. ശരിക്കും ഭയങ്കര ലൈവ്ലി ആൻഡ് വൈബ് സിറ്റി. ഞാൻ വിചാരിച്ച പോലെയല്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സാധാരണ എനിക്ക് സിറ്റി ഒന്നും ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നോക്ക് അടിപൊളി. ഇതാ ഇവിടെ വന്നിട്ട് ആളെ വിളിച്ചോട്ടെ എന്താണ് പറയുന്നതെന്ന്. അവിടുന്ന് ഒരു വാനിൽ കയറി അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും 1 കിലോമീറ്റർ നടക്കണം. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്താനായി. ഇനി ഒരു 350 മീറ്റർ കൂടെ ഉള്ളൂ വീടെത്താനായിട്ട്. ഞാൻ ടയേർഡായി. ഇപ്പോൾ സമയം എന്താ അറിയോ, 8:45. ഞാൻ ഇന്ന് രാവിലെ 6:45 ബസ്സിൽ കയറിയതാ. ഞാൻ ഇന്ന് രാവിലെ 5:30 എണീച്ചതാ. ഇന്നലെ ഞാൻ കിടന്നത്
2 മണി കഴിഞ്ഞിട്ടാ. അതുകൊണ്ട് തന്നെ നല്ല ടയർഡായി. ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സും എല്ലാ സിക്നസ്സും കൂടെ മൊത്തത്തിൽ സിക്കായിട്ടാണുള്ളത്. പിന്നെ എനിക്ക് ഈ സ്ഥലമെല്ലാം ഇഷ്ടപ്പെട്ട്, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇപ്പം -1 ഡിഗ്രിയാണ് ഇവിടുത്തെ വെതർ. ഫൈനലി ഞാനിതാ എൻ്റെ ഹോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് വാക്കിംഗ് എ ലോട്ട്, ദെൻ ഐ കെയിം ഹിയർ. താങ്ക് യു സോ മച്ച്. ഇതാണ് എൻ്റെ ഫ്രണ്ട് സാമി, റൈറ്റ്? സാമി. ഓക്കെ, സാമി ഇവിടുത്തെ ബൊലീവിയയിലെ ലാപ്പാസിൽ തന്നെ ഉള്ളതാണ്. ആള് കൗച്ച് സർഫിങ്ങിൽ ഒരുപാട് ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്തായാലും കുറേ എനിക്ക് പറഞ്ഞു തന്നു, പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ എത്താൻ. എന്തായാലും ഞാൻ ഫൈനലി എത്തിയിട്ടുണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ്, സോ കൺസാദ altitude sickness. I bought the medicine. Yeah. So I can use the medicine. So I can eat. Maybe I can drink the cocoa plant. Lots of people told me to drink the cocoa. To drink and vaporize. Okay, vaporize. Vaporize and Okay. drink. Can you That's show very me good. how to do that? Okay. Yeah. Okay. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ആള് ചിലപ്പോൾ ഒരേ സമയത്ത് 5-6 പേരെയൊക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കിടക്കാം. ഈ ഒരു ഫുൾ റൂം എനിക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 പേരും 3 പേരൊക്കെ വരണമെങ്കിൽ അവരിവിടെ ഹോസ്റ്റ് ചെയ്യുമോ. ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് വരണോ, കപ്പിൾസായിട്ട് വരണോ, മാരീഡ് ആണെങ്കിലും എങ്ങനെ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടോ എങ്ങനെയാണെങ്കിലും ഹോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സീനായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ ഇറങ്ങിയിട്ട് ആ ഒരു ലാസ്റ്റ് 1 കിലോമീറ്റർ ഉണ്ടായില്ലേ, 500 മീറ്റർ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമായിരുന്നു. ആ സ്റ്റീപ്പ് കയറ്റം ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 350 മീറ്റർ ഉള്ളൂ. ആ 350 മീറ്റർ ആയിരുന്നു ഏറ്റവും ടാസ്ക്. എന്നിട്ട് പിന്നെ ഇവിടെ എത്തിയത്. സോ ആൾ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യാ, കാരണം ഈ ഡ്രിങ്ക് ഭയങ്കര ഹെൽത്തിയാണ്, ലൈക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ എല്ലാവരുമായിട്ടും സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ്. നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലേക്ക് എനിക്കൊന്നും ആയില്ല. Okay, dear Indian travelers, here the altitude is like mad. It's like a big issue for travelers, Yeah, especially exactly. from India, because you live like sea level almost all the time. It depends how from where do I have to look here? Where's the Yeah, just here. Okay, You can I just like look. to. No yeah, I problem, still no like- problem. All You right. can just talk. So you grab for taking on the altitude, my dear friends in India. I love Kerala, by the way. So You already have one friend. He's Yeah. my friend. yeah, I love India. I love. You been there before? No. No, not welcome really. to India. Come to India. It's so good. Yes. So you grab a hand of coca leaves Okay. and you put it. Just put it. Yeah. Okay. And then with a spoon Okay. or spoon, you have to like do this. Okay. Okay. Also. So yeah, you we have- need to wait for a few minutes. Yes. Just this. Yes. No other. Yeah. 5 minutes. You wait. Mm. And then you have to put a towel or cloth and then start vaporizing. Okay. You know? Yeah, I understand. That's But for... not drink. No, after the drink. Oh, okay. Vaporize Yes. and drink both. Both. Okay, that's nice. But this one is they make cocaine with this, right? With this plant, right? Yeah, unfortunately, but this was used like 100 years ago by the indigenous people. Yes, here in I South know. America. I know. So it's like it's very traditional. Yes, I know. I was in Leticia, Colombia. So the local people, they use the powder. Powder they put here Yes, and they chew, right? yeah, they chew, so they will get focus and more energy for working. Also for the altitude is very good. Okay. Because otherwise it would be taking the pills, you Yes, know. yes, I know. This is like the Natural way. medicine. Natural Yeah, way. I understand. Yes. Yeah. Even drugs also same kind of different kind of drug, right? No, The it's pill. not. No. I'm saying the pills. Yeah, the pill. Yeah, Yeah, yeah. I prefer the Natural way. thing. Yes. Yeah, I understand. I love, dear friends, I love tulsi, ashwagandha, brahmi, Ayurvedic ingredients. Wow. I know. You already know. I will That's tell nice. her later. Yes. Okay. ഞാനിത് അവിടെ ആ ഒരു കൊക്കേന്റെ ചെടിയിലെ കൊക്കോ പ്ലാന്റിന്റെ ലീവ്സ് എല്ലാം ഇട്ടിട്ടുള്ള വെള്ളം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. കുടിക്കുമ്പോൾ ഒരു
നമ്മളൊരു ഗ്രീൻ ടീ കുടിക്കൂലേ ആ ഒരു ഫീലാണുള്ളത്. ഞാൻ നോക്ക് ഇവിടെ ഈ ഹാമോക്കിലാണ് ഇരിക്കുന്നത്. ഈ ഹാമോക്കിൽ ഇരിക്കുന്ന സമയത്ത് ആ ബോട്ട് ജേണിയും എൻ്റെ ഹാമോക്കും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ എൻ്റെ ഹാമോക്ക് എടുത്തിട്ട് ഞാൻ അവിടെ ഉള്ള അന്ന് ഇക്വിറ്റസിൽ പോയി താമസിച്ചപ്പോൾ ആമസോണിലുള്ള അവിടുത്തെ ഒരാളില്ലേ, അവിടുത്തെ ഒരു ഗൈഡായിട്ട് വന്നിട്ടുണ്ടായില്ലേ നമ്മൾ ആനക്കൊണ്ട ടീമിലെ, അപ്പോൾ ആ പുള്ളിക്കാരന് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത്. ഞാൻ ടിപ്പായിട്ടല്ല കൊടുത്തത്, ഗിഫ്റ്റായിട്ട് എൻ്റെ ഹാമോക്കാണ് കൊടുത്തത്. അപ്പം അങ്ങനെ പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര മിസ്സിങ്. ഇതിലിങ്ങനെ ആടുമ്പോൾ നല്ല സുഖമുണ്ട്. ഭയങ്കര മിസ്സിങ് ഇപ്പം ഹാമോക്ക്. ഭയങ്കര വിഷമമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം തൊട്ടിട്ട് ബ്രസീൽ വിസ ബ്രസീൽ വിസ ബ്രസീൽ വിസ ബ്രസീൽ വിസ എന്നിങ്ങനെ കടന്ന് കരഞ്ഞ് പറഞ്ഞതല്ലേ. അതിനുവേണ്ടി ഞാൻ ചാടി ഓടി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ എവിടെ ചെല്ലുന്നോ അവിടെ ഇൻഡിപെൻഡൻസ് ഡേ. കൊളംബിയയിൽ ചെന്നു, അവിടെ ഇൻഡിപെൻഡൻസ് ഡേ. പെറുവിൽ ചെന്നു, അവിടെ ഇൻഡിപെൻഡൻസ് ഡേ. ഇപ്പോൾ ദേ ഇവിടെ ചിലയിൽ വന്നപ്പോൾ ചിലയിലില്ല, ഓക്കെ. ഇവിടെ വന്നപ്പോൾ ദേ ബൊലീവിയയിൽ വന്നപ്പോൾ ബൊലീവിയയിലും ഇൻഡിപെൻഡൻസ് ഡേ. ഞാൻ പോകുന്നവിടേക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആവുന്ന ഇതെന്താ കഷ്ടം. നാളെ ഇനിയിപ്പോൾ ബ്രസീലിൻ്റെ എംബസി ഉണ്ടാവില്ലേന്ന് അറിയില്ല. നാളെ ക്ലോസ് ആവാനാണ് ചാൻസ്, അങ്ങനെയാണ് പറയുന്നത്. ടുമാറോ എംബസി വിൽ ബി ക്ലോസ് ഓർ ഓപ്പൺ? I'm not sure because it's a Bolivian holiday, but for Brazil it's not holiday. Yeah, but I understand. But in the Peru, it's same like Peru Independence Day, but the Brazil was closed. Closed? Yeah, maybe here also. Yeah, I'm you will not have sure. to try it. I have to try. But Actually, I came for that. Contact them in advance. You know. If I send a mail, they don't reply. I send many mail. WhatsApp. If I get the number, I can contact them. Okay, I am going to look the number for you, okay? Okay, thank you so much. ഭയങ്കര വിഷമത്തില്ല. കാരണം ഞാനിത് എന്താ ഞാൻ പറയുക, എവിടെ ചെന്നാലും ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ. അന്ന് പെറുവിലെല്ലാം 2 ദിവസമായിരുന്നു ഇൻഡിപെൻഡൻസ് ഡേ. ഇവിടെ അതുപോലെ തന്നെ ഇന്നും നാളെയും ലീവ്. ഞാൻ എപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇൻഡിപെൻഡൻസ് ഡേ, അവിടെ ലീവ് ആവുന്നു. കാര്യം നല്ലതാണ്, പക്ഷെ എനിക്ക് എംബസി പോകാനുള്ളതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ നാളെ ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ നാളെ കിട്ടിയില്ലെങ്കിൽ നാളെയും കൂടെ ഞാനിവിടെ വന്നിട്ട് മറ്റന്നാൾ വീണ്ടും ട്രൈ ചെയ്യണം. അപ്പം മറ്റന്നാന്ന് പറയുമ്പോൾ വ്യാഴാഴ്ചയാവും. ഇന്ന് ബുധനാഴ്ചയാണോ? എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. വാട്ട്സ് എ ഡേറ്റ് ടുഡേ? 5? Today is 5? Today 5. So tomorrow is the holiday and tomorrow day after also holiday. Yeah. Friday no holiday. 2 ദിവസമാണ് ഹോളിഡേ. ഇന്ന് ട്യൂസ്ഡേ ആണ്, നാളെ വെനസ്ഡേ, മറ്റന്നാൾ തേഴ്സ്ഡേ, പിന്നെ ഫ്രൈഡേ. അതായത് വെനസ്ഡേയും തേഴ്സ്ഡേ 6-ാം തീയതി, ഓഗസ്റ്റ് 6-ാം തീയതി, ഓഗസ്റ്റ് 7-ാം തീയതി ലീവ്. എൻ്റെ ഒരു കഷ്ടകാലം ഞാൻ ആലോചിക്കുന്നു സത്യമായിട്ടും. അതൊരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്ന്. ഇനി വിസ കിട്ടില്ല എന്നെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, എനിക്ക് അടുത്ത രാജ്യത്തേക്കുള്ള ഫ്ലൈറ്റ് എടുക്കണം. അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇനി പെറുവിലേക്ക് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ചാൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം എനിക്ക് ഇക്വഡർ വിസ ഇല്ല, അർജന്റീന വിസ ഇല്ല, വെനിസുല വിസ ഇല്ല, ഗുയാന വിസ ഇല്ല, സുറിനാം വിസ ഇല്ല, ഒരു വിസയില്ല സൗത്ത് അമേരിക്കയിൽ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് എടുത്തിട്ട് വേറെ കൺട്രിയിലേക്ക് പോകണം. അപ്പോൾ അതാണ് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഇവിടുന്ന് എല്ലായിടത്തേക്കും 1 ലക്ഷം 2 ലക്ഷമാണ് ഫ്ലൈറ്റിന്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിതാ വയ്യാത്തതുകൊണ്ട് ഇതാ ഈ ഒരു എന്താണ് സിറോച്ചി പസ്തില ആ മെഡിസിൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിക്കാൻ കുറേ നേരം ഞാൻ നോക്കി, അത് നേരത്തെ കഴിക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം ഇത്ര തലവേദന വരില്ലായിരുന്നു. ഇതാ ഇത്ര വലിയൊരു മെഡിസിനാണ്. കഴിച്ചിട്ട് എന്നോടത്തെ ആൾ ഒരു 12 hours എങ്കിലും ഉറങ്ങാൻ പറഞ്ഞു. എനിക്ക് എഡിറ്റെല്ലാം ചെയ്തിട്ട് ഞാൻ ഉറങ്ങണം. 12 hours ഒക്കെ ഞാൻ എങ്ങനെ ഉറങ്ങും എനിക്ക് തോന്നുന്നില്ല. എന്തോ പോലെ ഉണ്ട്. അപ്പം ഞാൻ എഡിറ്റൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.